ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി കാരണം ഇനി വരാനിരിക്കുന്ന തൊഴിലില്ലാത്ത ദിനങ്ങളെന്ന് ചതകോടീശ്വരൻ ഇലോൺ മസ്ക് പറയുന്നു. നിങ്ങൾക്കറിയുന്ന ട്വിറ്ററിൻ്റെ ഉടമസ്ഥനാണ്, ഇപ്പോൾ എക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ട്വിറ്ററിൻ്റെ ഉടമസ്ഥനാണ് ഇലോൺ മസ്ക്. ലോകത്തൊരുപാട് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ശതകോടികൾ ചെലവാക്കി നടത്തുന്ന ആളെ കൂടിയാണ് മസ്ക്. സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികൾ ചെലവിടുന്ന സമയം പരിമിതപ്പെടുത്തണമെന്നും ഇലോൺ മസ്ക് ആവശ്യപ്പെടുന്നു. മധു കൊട്ടാരക്കര വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ് മധു. അമേരിക്കയിൽ മഴയുണ്ടോ മധു? ഇന്നലെ വരെ മഴയുണ്ടായിരുന്നു എസ് കെ, ഇന്നു മുതൽ മഴ പിണങ്ങിപ്പോയി. ഇന്നിപ്പോൾ കൊട്ടാരക്കരയിലൊക്കെ നല്ല മഴ പെയ്യാണ്. അതെ, കാണാൻ പറ്റുന്നുണ്ട്. എസ് കെ രാവിലെ മഴയത്ത് കുടയും പിടിച്ച് നിൽക്കുന്നതും ഒരു ഒന്നൊന്നര കാഴ്ചയായിരുന്നു. മാത്രമല്ല, വീട്ടിൽ CCTV കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മഴയുടെ ശീൽക്കാരം ശരിക്കും അറിയാം അമേരിക്കയിലിരിക്കുമ്പോൾ. അപ്പോൾ നമുക്കിനി മസ്കിലേക്ക്. അതെ, ഗുഡ് മോർണിംഗ് എസ് കെ. ഈ തൊഴിൽ ഒരു വിനോദം പോലെ നമുക്ക് ആവശ്യമെങ്കിൽ ചെയ്യാമെന്ന ഒരു കാലമാണ് വരാനിരിക്കുന്നതെന്നാണ് ലോക കോടീശ്വരൻ ഇലോൺ മസ്ക് പറയുന്നത്. നമുക്ക് ചിന്തിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ കാണിച്ചു തന്ന ഒരാളാണ് ഈ മസ്ക്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് എടുക്കുവാനും സാധിക്കില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ തൊഴിലുകളെല്ലാം ഏറ്റെടുക്കും, എന്നാൽ അതൊരു മോശമായ കാര്യമല്ലെന്നാണ് മസ്ക് പറയുന്നത്. മിക്കവാറും ആർക്കും ഭാവിയിൽ ജോലി കാണില്ല. ഭാവിയിൽ തൊഴിൽ എന്ന് പറയുന്നത് മനുഷ്യന് ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും. പാരീസിൽ വിവ ടെക് 2024 ടെക് കോൺഫറൻസിൽ മുഖ്യ പ്രഭാഷകനായി സംസാരിക്കുകയായിരുന്നു ഇലോൺ മസ്ക്. ഭാവിയിൽ ഒരു തൊഴിൽ വേണമെങ്കിൽ അതൊരു വിനോദത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. നമുക്ക് വേണ്ട സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടും ഒക്കെ ആയിരിക്കും നൽകുന്നത്. ഇതൊക്കെ നൽകുന്ന ഒരു ലോകത്തിലേക്കാണ് മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് മസ്ക് പറയുന്നത്. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ എല്ലാവർക്കും യൂണിവേഴ്സൽ ഹൈ ഇൻകം ഉണ്ടാകണമെന്ന് മസ്ക് പറയുന്നു. യൂണിവേഴ്സൽ ബേസിക് ഇൻകം അല്ല, ഹൈ ഇൻകം തന്നെ വേണം. എന്നാൽ ഇതെന്താണെന്ന് മസ്ക് അങ്ങോട്ട് വിശദീകരിച്ചിട്ടുമില്ല. തൊഴിലില്ലാത്ത ഭാവിയിൽ മനുഷ്യർക്ക് ഒരു വൈകാരികമായ ഒരു സംതൃപ്തി ലഭിക്കുമോ എന്നൊരു ചോദ്യം മസ്ക് നമുക്കായി മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. എസ് കെ ജനുവരിയിൽ അമേരിക്കയിലെ മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകർ എന്നാൽ കണ്ടെത്തിയത് തൊഴിലിടങ്ങളിൽ പ്രതീക്ഷിച്ചതിലും വളരെ പതുക്കെയാണ് ഈ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതെന്നാണ്. എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രഭാഷണം അവസാനിക്കും മുമ്പ് മാതാപിതാക്കൾക്ക് കൂട്ടത്തിൽ ഒരു ഉപദേശവും മസ്ക് നൽകുന്നുണ്ട്. കുട്ടികൾ സമൂഹ മാധ്യമങ്ങളിൽ ചെലവഴിക്കുന്നത് കുറയ്ക്കണം. നിർമ്മിത ബുദ്ധി പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഡോപ്പമൈൻ പ്രോഗ്രാംഡായി സോഷ്യൽ മീഡിയ മാറുകയാണ്. അതായത് തലച്ചോറിലെ ഞരമ്പുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നാണ് മസ്ക് പറയുന്നത്. എസ് കെ. മധു കൊട്ടാരക്കര.